ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ടലയിലെ വാർത്ത തുടർച്ചയായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു. ടി വി പ്രസാദാണ് ആ വാർത്തയിലെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചത്. കണ്ടലയിൽ നടന്ന വലിയ തട്ടിപ്പ് ഇന്നിപ്പോൾ ചർച്ചാ വിഷയമായി. പക്ഷേ എന്നിട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്ന ഒരു ലക്ഷണമില്ല. മാത്രമല്ല, അവിടെ ഈ എത്രയാണ് ഭാസുരാങ്ങൻ്റെ സ്വാധീനം എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഭാസുരാങ്ങൻ്റെ പേരിൽ തന്നെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കണ്ടലയിലെ മനുഷ്യർക്ക് ഭാസുരാങ്ങന് ഇത്ര വലിയ ഭയം, ഭാസുരാങ്ങൻ ഇത്രമേൽ സ്വാധീനം എങ്ങനെ വന്നു, എന്താണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്? ടി വി പ്രസാദ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ കണ്ടല ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൻ്റെ ഭാഗമായി ED അറസ്റ്റ് ചെയ്തിപ്പോൾ ജയിലിൽ കഴിയുകയാണ് കഴിഞ്ഞ 3 മാസമായി ഭാസുരാങ്കനും മകൻ അഖിൽജിത്തും. പക്ഷേ ഇപ്പോഴും അരുൺ പറഞ്ഞതുപോലെ ഭാസുരാങ്കൻ്റെ സ്വാധീനത്തിന് കുറവില്ല എന്നുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഭാസുരാങ്കൻ ജയിലിൽ കിടന്നും തട്ടിപ്പ് നടത്തുന്നു എന്നതിൻ്റെ വിവരമാണ് അരുൺ ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഭാസുരാങ്ങൻ്റെ പേരിൽ അവിടെ ഈ വീണ്ടും ഇടപാടുകൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഭാസുരാങ്ങൻ കണ്ടലയിൽ നടത്തിയത്. അതിനൊക്കെ ബാങ്കിൻ്റെ ഭരണസമിതി കൂട്ടുനിന്നതും നമ്മൾ കണ്ടു. ഇപ്പോഴും കണ്ടല ബാങ്കിൽ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, സഹകരണ സംഘങ്ങളിലും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഭാസുരാങ്ങന് സ്വാധീനം വർദ്ധിക്കാനുള്ള കാരണം, അയാൾ അറസ്റ്റിലാവുന്ന ഘട്ടത്തിൽ പോലും ഭാസുരാങ്ങനെ തള്ളിപ്പറയാൻ ബാങ്ക് അധികൃതരോ സഹകരണ സംഘങ്ങളിലെ ആളുകളോ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്? അരുൺ പറഞ്ഞതുപോലെ നേരത്തെ കണ്ടല ബാങ്കിൻ്റെ അഴിമതിയുടെ ഭാഗമായി ED അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു, ഇപ്പോൾ ജയിലിലാകുന്നു. പക്ഷേ ഭാസുരാങ്കന് അന്നുണ്ടായ സ്വാധീനത്തിൽ ഇപ്പോഴും ഒരു കുറവുമില്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് മാറനെല്ലൂർ ക്ഷീര സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് N ഭാസുരാങ്കൻ. ഇപ്പോഴും ആ സ്ഥാനത്ത് നിന്ന് ഔദ്യോഗികമായി മാറിയിട്ടില്ല. അതിന് പകരം ചുമതല കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോഴും മാറനെല്ലൂർ ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് N ഭാസുരാങ്കൻ. മാറനെല്ലൂർ ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡൻ്റായ ഭാസുരാങ്കൻ്റെ പേരിൽ ഭാസുരാങ്കൻ ജയിലിൽ കിടക്കുന്ന സമയത്തും ഭാസുരാങ്കൻ്റെ പേരിൽ അവിടെ പാല് കൊടുക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോഴുമുള്ളത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ഭാസുരാങ്കൻ കഴിഞ്ഞ 30 വർഷത്തിനിടെ എന്നല്ല, ഭാസുരാങ്കനെ ആ നാട്ടുകാർക്ക് പരിചയമുള്ള ഒരു കാലത്തും ഭാസുരാങ്കൻ പശുവിനെ വളർത്തുകയോ ഭാസുരാങ്കൻ്റെ വീട്ടിൽ തൊഴുത്തോ ഇല്ല. ഭാസുരാങ്കൻ്റെ കുടുംബ വീട്ടിൽ ചീനിവിളയിൽ പണ്ട് പശു ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഭാസുരാങ്കന് ഒരു റോളുമില്ല. ഈ വിവരങ്ങളെല്ലാം, അതായത് ഒരു പശുവുമില്ല, തൊഴുത്തുമില്ല എന്ന വിവരം നേരത്തെ തന്നെ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതുമാണ്. സാധാരണഗതിയിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഒരാൾ അംഗമാകണമെങ്കിൽ അയാൾ ക്ഷീരകർഷകനായിരിക്കണം, അതായത് പാല് കൊടുക്കുന്ന ആളായിരിക്കണം എന്ന് ചുരുക്കം. പാല് വെറുതെ കൊടുത്താൽ പോരാ, ഒരു വർഷം 180 ലിറ്റർ പാലെങ്കിലും അളന്നാൽ മാത്രമേ അവർക്കതിൽ അംഗമായി തുടരാൻ കഴിയൂ. ഭാസുരാങ്കനെ സംബന്ധിച്ച് ഭാസുരാങ്കൻ കഴിഞ്ഞ 35 വർഷത്തിലേറെയായി കണ്ടല ബാങ്കിനെ പോലെ തന്നെ ക്ഷീരയുടെയും പ്രസിഡൻ്റായിരുന്നു. ഈ കാലത്തൊക്കെയും അവിടേക്ക് പാല് കൊണ്ടുവരുന്ന കർഷകർ ഭാസുരാങ്കൻ്റെ പേരിൽ ഒഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അക്കാര്യത്തിൽ ജയിലിൽ കിടക്കുന്ന സമയത്തും മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ള ഒരു കാര്യം. ഇത് ചെയ്യുന്നതാകട്ടെ നിലവിൽ ക്ഷീരയുടെ പ്രസിഡൻ്റായി ചുമതല നൽകിയ ജോൺസൺ എന്ന CPIയുടെ പ്രാദേശിക നേതാവാണ് ഇത് ചെയ്യുന്നത്. ജോൺസൺ ക്ഷീരകർഷകനാണ്. പക്ഷേ ജോൺസൺ ഒഴിക്കുന്ന പാലിൽ ഒരു ഭാഗം അത് ഭാസുരാങ്കൻ്റെ പേരിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മാർച്ച് മാസം 22-ാം തീയതി പാലൊഴിച്ചതിൻ്റെ മാറനെല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ കണക്കാണ് നമ്മൾ ആ സ്ക്രീനിൽ കാണിക്കുന്നത്. ആ രേഖകൾ പ്രകാരം ഭാസുരാങ്കൻ്റെ പേരിൽ 4 ലിറ്റർ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അരുൺ, പക്ഷേ നമുക്കറിയാവുന്നതുപോലെ സഹകരണ സംഘങ്ങളിൽ പാലെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൊഴുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് വില നിർണ്ണയിക്കുന്നത്. ഇത്ര കൊഴുപ്പുണ്ടെങ്കിൽ ഇത്ര രൂപ, അതാണ്. പക്ഷേ ഭാസുരാങ്കൻ്റെ കോളത്തിൽ കൊഴുപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണമുണ്ട്. ഭാസുരാങ്കൻ്റെ പേരിൽ ഒഴിക്കുന്ന ജോൺസന്റെ പാലിന് നേരെ കൊഴുപ്പ് എഴുതിയിട്ടുണ്ട്. ആ പണം മുഴുവൻ കിട്ടുന്നത് ജോൺസനാണ്. യഥാർത്ഥത്തിൽ ജോൺസന്റെ പാലാണ് ഭാസുരാങ്കന് വേണ്ടി ഒഴിക്കുന്നത്. ഭാസുരാങ്കൻ മാത്രമല്ല അരുൺ, അവിടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വേറെ 3 പേർ, അവരും ക്ഷീരകർഷകരല്ല. കോമളകുമാരി, തിലോത്തമ, ജനാർദ്ദനൻ, ഈ 3 പേരെയാണ് നമുക്കിപ്പോൾ രേഖകൾ സഹിതം കിട്ടിയത്.
3 പേരുടെ പാലിന് നേരെയും കൊഴുപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. അവരും ഏതോ കർഷകർ അവരുടെ പേരിൽ മാറ്റി എഴുതുകയാണ്. ഇത് കർഷകർ അറിയണം എന്ന് പോലുമില്ല. ചുരുക്കത്തിൽ എൻ ഭാസുരാങ്കൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് നടന്ന തട്ടിപ്പ് ജയിലിൽ കിടക്കുന്ന സമയത്തും നടന്നിട്ടും ഇവിടുത്തെ ക്ഷീരവികസന വകുപ്പ് അനങ്ങുന്നില്ല എന്ന ഗുരുതരമായ കാര്യമാണ് ഇതിൽ സംഭവിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡന്റായ എൻ ഭാസുരാങ്കൻ ആ ക്ഷീര പൂട്ടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 10,000-കണക്കിന് ക്ഷീര കർഷകരുണ്ടായിരുന്നു അരുൺ മാറനെല്ലൂർ പഞ്ചായത്തിൽ. ആ ക്ഷീര കർഷകരുടെ ഭാവി തന്നെ ഇല്ലാതാക്കി ക്ഷീര അടച്ചുപൂട്ടി. പിന്നീട് ക്ഷീരയെ അപ്കോസിൽ ലയിപ്പിച്ച് മിൽമയുടെ ഭാഗമായി മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററായി ഏറ്റവും ഒടുവിൽ ED പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഭാസുരാങ്കനെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത്, എൻ ഭാസുരാങ്കൻ എന്ന വ്യക്തി ജയിലിൽ കിടക്കുന്ന സമയത്തും തട്ടിപ്പ് നടത്താൻ CPIയുടെ പ്രാദേശിക നേതാക്കളും ക്ഷീരവികസന വകുപ്പും ഒത്താശ നടത്തുന്നു എന്ന ഗുരുതരമായ കാര്യമാണ് കണ്ടലയിൽ സംഭവിക്കുന്നത്. എന്താ അല്ലേ TV പ്രസാദ്, ജോൺസന്റെ പശുവിൻ്റെ പാല് അല്ല, ജോൺസന്റെ പശു പാല് ചുരത്തും. അത് ആരുടെ പേരിൽ എഴുതും? ഭാസുരാങ്കൻ്റെ പേരിൽ എഴുതും. തിലോത്തമയ്ക്കും ജനാർദ്ദനും പശുക്കളില്ല, പക്ഷേ ക്ഷീരസംഘത്തിൽ അംഗമാവുന്നതിന് പശു വേണം എന്നുള്ളത് കൊണ്ട് അവരുടെ പേരിൽ കള്ളപ്പേരിൽ പശുവിൻ്റെ പേരുള്ളതായിട്ട് രേഖപ്പെടുത്തും. അവർ ക്ഷീര കർഷകരാണെന്ന് രേഖപ്പെടുത്തും. എന്നിട്ട് കൊഴുപ്പ് പോലും അളക്കാതെ അവരുടെ പാലിന് നേരെ ആ അളവുകൾ രേഖപ്പെടുത്തി ഇങ്ങനെ പോവുകയും ചെയ്യും. എന്തൊരു തട്ടിപ്പാണ് നടക്കുന്നത്. ജയിലിൽ കിടക്കുമ്പോഴും ഭാസുരാങ്കന് സ്വന്തമായിട്ട് വീട്ടിൽ കാലിത്തൊഴുത്തോ പശുക്കളോ ഇല്ലാതെ ഭാസുരാങ്കന് തട്ടിപ്പ് നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് ആരാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. TV പ്രസാദ് പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ തുടർച്ചലനമാണ്. മാറനല്ലൂർ ക്ഷീരസഹകരണ സംഘത്തിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നു എന്ന ബ്രേക്കിംഗ് വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സ്വന്തമായിട്ട് പശുവില്ലാത്തയാളുടെ പേരിൽ പശുവിൻ്റെ പാല് കൊടുക്കുന്നുവെന്ന് ക്ഷീരസംഘത്തിൽ കള്ളക്കണക്കെഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പശു കേട്ടാൽ ചിരിക്കും. ഇത്രേ പറയാനുള്ളൂ നമുക്ക്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സ്വാധീനമുണ്ടെങ്കിൽ ഏത് സഹകരണ സംഘത്തിലും ഇതിലും വലിയ അഴിമതികൾ നടക്കും. പാർട്ടി ഭേദമന്യേ എന്നുള്ളതിൻ്റെ ഒരിക്കൽ കൂടിയുള്ള ഒരു ആവർത്തിച്ചുള്ള ഉറപ്പിക്കലാണ് ഭാസുരാങ്കൻ്റെ കാര്യം.